വെൽക്കം ടു ഷെലിൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന 3 ലെയർ പുഡിംഗ് ആണ്. 120 ഗ്രാം മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു പാക്കറ്റ്. മിക്സിയുടെ ജാറിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട്, മെൽറ്റായ ബട്ടർ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ബൗളിലേക്ക് അല്പം ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബിസ്ക്കറ്റും ബട്ടറും പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 കപ്പ് പാല്, 1/4 കപ്പ് കസ്റ്റർഡ് പൗഡർ, 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാം. ഇപ്പം നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്കത് സെക്കൻഡ് ലെയറായിട്ട് ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇപ്പം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 കപ്പ് പാല്, 1/4 കപ്പ് കോൺഫ്ലോർ, 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കോക്കോ പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിക്കാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം തിക്കായിട്ടുണ്ട്. ഇനി നമുക്കത് തേർഡ് ലെയറായിട്ട് കസ്റ്റർഡ് പൗഡറിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ ഇടുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇടാം. വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ചോക്ലേറ്റ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ലെയറായിട്ടാണ് ആ പുഡിംഗ് വന്നിരിക്കുന്നത്. 3 ലെയറും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.